നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ഭാരതീയ സാംസ്കാരിക ചരിത്രത്തെയും ആധ്യാത്മികതയെയും കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ ഒഴിച്ചുകൂടാൻ വയ്യാത്ത വിധം പടർന്നു കിടക്കുന്ന ഒന്നാണല്ലോ മന്ത്രങ്ങൾ, മന്ത്രങ്ങളുടെ ശക്തികൾ, ആ ശക്തികൾ ഉപയോഗിച്ച് കാര്യസാധ്യത്തിനായി നടത്തുന്ന മന്ത്രവാദങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ. വിദേശികളായ പലരും ഭാരതത്തെ നോക്കിക്കാണുമ്പോൾ തന്നെ അതിൽ പ്രധാനമായും വന്നുപോകുന്ന ഒരു കാര്യമാണ് ഈ മന്ത്രങ്ങളും മന്ത്രവാദങ്ങളും മന്ത്രവാദികളുമെല്ലാം. ഈ മന്ത്രങ്ങളെയും മന്ത്രവാദത്തെയും കുറിച്ചുള്ള സാറിന്റെ വീക്ഷണങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം. കഷ്ടം എന്ന് പറയാം. മന്ത്രവാദത്തിൻ്റെ നാടായി ഭാരതം അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അന്യനാടുകളിൽ പോകുമ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്ത പലരും അന്വേഷിക്കുന്ന കാര്യം ഇവിടെ എത്ര പാമ്പുകളുണ്ട്, എത്ര മന്ത്രവാദികളുണ്ട് എന്നൊക്കെയാണ്. മന്ത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ചിരപുരാതനമായ പല തെറ്റായ ധാരണകളും ഉണ്ട്. ആ ധാരണകൾ ഇവിടുന്ന് പുറത്തേക്ക് കടന്നു പോയിട്ടും ഉണ്ട്. മന്ത്രത്തിന് ശക്തിയുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് ആളുകൾ. മന്ത്രം എന്ന് പറയുന്നത് ശബ്ദമാണല്ലോ. ശബ്ദത്തിന് തീർച്ചയായും ശക്തിയുണ്ട്. ശബ്ദം ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ നമുക്ക് ഉപകരണമാകുന്നുണ്ട്. ശബ്ദത്തിൻ്റെ അനുരണനം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സയൻസ് സാധിക്കുന്നുമുണ്ട്. റിസണൻസ് എന്നാണ് അതിന് പറയുന്നത്. ഒരു ചെറിയ ഊർജ്ജത്തെ പെരുപ്പിക്കാൻ റിസണൻസ് കൊണ്ട് സാധിക്കും. ശബ്ദത്തിന് പക്ഷി മൃഗാദികളിൽ മേൽ കൂടി സ്വാധീനമുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷി മൃഗാദികളുടെ ശബ്ദങ്ങൾക്ക് നമ്മുടെ മേലും സ്വാധീനമുണ്ട് എന്ന് നമുക്കറിയാം. മറ്റുള്ളവരുടെ ശബ്ദങ്ങൾക്കും നമ്മുടെ മേൽ സ്വാധീനമുണ്ട്. ശബ്ദത്തിൻ്റെ ഈ സ്വാധീനം ഉപയോഗിച്ച് പല കാലങ്ങളിൽ പല ഏർപ്പാടുകളും നടന്നിട്ടുണ്ട്. നമുക്ക് വേദങ്ങളിൽ തന്നെ ഈ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് സൂചനകളുണ്ട്. എങ്ങനെയാണ് ഒരു ധാന്യ ഉൽപാദന സ്ഥലത്തെ, വയലിനെ, കൃഷിയെ കാലാവസ്ഥയിൽ നിന്നൊക്കെ രക്ഷിക്കുക എന്നതിന് മന്ത്രങ്ങളുണ്ട് വേദങ്ങളിൽ. ശത്രുക്കളെ ജയിക്കാനുള്ള മന്ത്രങ്ങളും വേദങ്ങളിൽ കാണാം. ഇതൊക്കെ പണ്ട് കാലത്തേ ഉണ്ടായിരുന്നു എന്ന് അർത്ഥം. ഒന്ന് മന്ത്രവാദികൾ രാജാക്കന്മാരെ ഭരിക്കാൻ തുടങ്ങിയിരുന്നു. മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് എന്തും സാധിക്കാം എന്നൊരു മിഥ്യാധാരണ വിവരമില്ലാത്തവരിലുണ്ടാക്കി അവരെ അടിമകളാക്കാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പലർക്കും കഴിയുന്നുണ്ട്. മന്ത്രവാദം കൊണ്ട് എല്ലാം നേടിത്തരാമെന്ന് പറഞ്ഞ് നമ്മളെ വഞ്ചിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അനേകതരം യന്ത്രങ്ങൾ ഉണ്ടാക്കി തപാൽ വഴി ഉൾപ്പെടെ വിറ്റ് ഒരുപാട് ധനം സമ്പാദിക്കുന്നവരുണ്ട്. പരീക്ഷയിൽ ജയിക്കാനുള്ള മന്ത്രം, ഇഷ്ടപ്പെട്ട സ്ത്രീയെ കല്യാണം കഴിക്കാനുള്ള മന്ത്രം, അന്യരെ തോൽപ്പിക്കാനുള്ള മന്ത്രം, എൻട്രൻസ് ജയിക്കാനുള്ള മന്ത്രം, അങ്ങനെ എന്തിന് ഏറെ ഒരു സാധാരണ മനുഷ്യനെ, മറ്റൊരാളെ അപകടത്തിലാക്കാനുള്ള യന്ത്രം. നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോലും പലപ്പോഴും നമുക്ക് ഈ മന്ത്രത്തിൻ്റെ ഉപയോഗം കാണാം. മൃത്യുഞ്ജയ പൂജ നമ്മളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു പൂജയാണ്. കുഴപ്പമില്ല, നടക്കട്ടെ. അതേ സമയത്ത് തന്നെ വേറൊരു പൂജയുണ്ട്, ശത്രു സംഹാര പൂജ. ഞാൻ ശത്രുവായി ആരെയാണോ കരുതുന്നത് ആ ആളെ നശിപ്പിച്ചു തരണം എന്നാണ് ആ പൂജ വഴിപാടായിട്ട് കഴിക്കുന്ന ആളുടെ പ്രാർത്ഥന. അത് സാധിപ്പിച്ചു തരാം എന്നൊരു മുഖഭാവത്തോടെയാണ് അവിടെയുള്ള ശാന്തിക്കാരൻ ആ പ്രാർത്ഥന ഫലത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ പ്രസാദവുമൊക്കെ ഇയാൾക്ക് തിരിച്ചു കൊടുക്കുന്നത്. ഇതിനേക്കാളൊക്കെ കഷ്ടമാണ് വൻകിട കാര്യങ്ങൾ നേടിത്തരാമെന്ന് പറഞ്ഞ് മഹാമന്ത്രവാദങ്ങൾ നടത്തുന്നവരുടെ കഥ. അവരെ കരാറെടുക്കുകയാണ്. ഞാൻ ഇന്ന ഭൂതത്തെ ഒഴിപ്പിച്ചു തരാം, ഇന്ന കാര്യം സാധിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വൻതുകയുടെ കരാറാണ്. എന്നിട്ട് വളരെയേറെ ഒരുക്കുകളൊക്കെ ഉണ്ടാക്കിച്ച് വലിയ കളങ്ങളൊക്കെ വരച്ച് കുറേ ആളുകളെ സഹായികളായിട്ട് കൊണ്ടുവന്ന് വലിയൊരു ഹോമകുണ്ഡം ഒക്കെ ഒരുക്കി
ആർക്കും മനസ്സിലാകാത്ത കുറേ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് ഒരു ഭീകരാന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ച് അഗ്നിയൊക്കെ ആളിക്കത്തിച്ച് ചിലപ്പോൾ ചിലരെ മുന്നിൽ നിർത്തി അവരെ അടിച്ചോ ഇടിച്ചോ ഒക്കെ ഉപദ്രവിച്ച് വികൃത ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് അങ്ങനെ ഒരുപാട് കോലാഹലമുണ്ടാക്കി ഇതാ ഈ ബാധ ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് പണവും വാങ്ങി സ്ഥലം വിടുന്ന ആളുകൾ ഉണ്ട്. ഇതിലൊക്കെ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത്ഭുതകരമാണ്. സയൻസ് ഇത്രയൊക്കെ പുരോഗമിച്ച കാലത്ത് ഇതൊക്കെ വെറുതെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള തൻ്റെ ഇടം നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് നമ്മുടെ പുരാതനമായ അറിവിൻ്റെ പേരിലാണ് എന്നത് ദയനീയമായ ഒരവസ്ഥയല്ലേ. വളരെ വളരെ ചീത്ത ഒരു തരത്തിലുള്ള കരാറ് ഭാവി നിശ്ചയിക്കുന്ന ആളും ബാധ ഒഴിപ്പിക്കുന്ന ആളും തമ്മിൽ നിലവിലുള്ളത് കൂടി നമുക്കറിയാം. ജ്യോതിഷി പറയും ഇന്ന ബാധ ഒഴിപ്പിക്കൽ കർമ്മം നടത്തണം, അതിൻ്റെ കൂടെ ഇന്ന ആളെ കൊണ്ട് ചെയ്യിക്കണം എന്ന് കൂടി പറയും. ആ ആളുടെ അടുക്ക ചെന്നാൽ നമുക്ക് കിട്ടുന്നത് ഒരു വലിയ കോൺട്രാക്റ്റിൻ്റെ രേഖയും അതിനുള്ള ഒരുക്കങ്ങളുടെ നീണ്ട പട്ടികയും ആയിരിക്കും. ഈ പട്ടിക നിർവഹിക്കപ്പെടുന്നതിലാണ് അതിൻ്റെ വിജയം കുടികൊള്ളുന്നത് എന്നുകൂടിയുണ്ട്. അഥവാ ഫലസിദ്ധി ഉണ്ടായില്ലെങ്കിൽ അതിനൊരുപാട് കാരണങ്ങളും ഈ മന്ത്രവാദിക്ക് പറയാനുണ്ടാവും. ഒരു കാര്യം നമുക്ക് സൂക്ഷ്മമായി അറിയാവുന്നത് മന്ത്രവാദം ഒരുതരം കൗൺസിലിംഗ് ആണ്, ഒരുതരം തെറാപ്പിയാണ് എന്നുള്ളത് കൂടിയാണ്. ഹിപ്നോട്ടിസം പോലെ തന്നെ മാജിക് പോലെ തന്നെ നമ്മളെ ഒരു തരത്തിൽ പല രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഈ ഒരു ശബ്ദപ്രയോഗങ്ങൾക്ക് ദൃശ്യവൽക്കരണത്തിന് കഴിയും എന്ന് നമുക്കറിയാം. അത് ഭംഗിയായി ചെയ്യുന്ന ആളുകൾ പണ്ടുണ്ടായിരുന്നു. നാട്ടിൻപുറങ്ങളിലൊക്കെ കാണാം. ഒരു കുട്ടി പേടിച്ചാൽ ഭയന്നാൽ നാട്ടിലൊരു മന്ത്രവാദി ഉണ്ടാവും. അയാൾ വരും, അയാൾ എന്തെങ്കിലും ഒരു മന്ത്രമൊക്കെ ചൊല്ലി ഈ കുട്ടിയുടെ മുഖത്ത് 2 ഊത്തൊക്കെ ഊതി ഒന്ന് ഞെട്ടിച്ച് ആ പേടി അകറ്റിയിട്ട് പോവും. അതുപോലെ മാനസികമായി എന്തെങ്കിലും തകരാറുള്ള ഒരാളെ വിളിച്ചിരുത്തിയിട്ട് അയാളുടെ മുമ്പിൽ അയാളുടെ രോഗം ശമിപ്പിക്കാനാണ് എന്ന പ്രത്യക്ഷ ലക്ഷ്യത്തോടു കൂടി നിദർശനത്തോടു കൂടി ഒരു ക്രിയ നടത്തിയിട്ട് അയാളിലെ ബുദ്ധിമുട്ട് ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് അയാളെ ബോധ്യപ്പെടുത്തുന്ന സമ്പ്രദായവും ഉണ്ട്. ഒരതിര് വരെ ഇത് നമുക്ക് ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കാവുന്നതാണ്. പക്ഷേ ആ അതിരിനപ്പുറത്ത് കടന്നുള്ള ചൂഷണങ്ങളൊക്കെ അനവസരത്തിലും തീരെ ഒഴിവാക്കേണ്ടതുമാണ് എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും ഇല്ല. എൻ്റെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ സ്ഥിരമായിട്ട് ഒരു പാവക്കുട്ടിയെ കൊണ്ട് ഒരു ബാധ ഒഴിപ്പിക്കാൻ വരും. ഈ പാവക്കുട്ടിയുടെ ഉള്ളു പൊള്ളയാണ്, അത് 2 തുണ്ടും ആണ്. അതിനകത്ത് തെങ്ങ് കുത്തുന്ന ഒരു വണ്ടുണ്ട്, ചെള്ള് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഏതാണ്ട് ഒരു 3 ഇഞ്ചോളം നീളം വരും അതിന്. ഭയങ്കര ശേഷിയുള്ള തോൽ കട്ടിയുള്ള ഒരു വണ്ടാണ് അത്. തെങ്ങ് കയറ്റക്കാരൻ്റെ സഹായത്തോടു കൂടി അതിനെ തെങ്ങിന് മുകളിൽ നിന്ന് പിടിച്ചിട്ട് ഇതിനകത്തിട്ട് കൂടെ അടച്ചിട്ട് ആ പാവക്കുട്ടിയെ കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് ഈ വക അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ പാവക്കുട്ടിയെ അഗ്നികുണ്ഡത്തിലിട്ട് ചൂടാക്കുകയാണ്. ചൂടാകും തോറും ഈ പാവക്കുട്ടി ചാടി കളിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ബാധ ഒഴിഞ്ഞു പോകാനുള്ള വെപ്രാളത്തിലാണ് ഈ കാണിക്കുന്നത് എന്ന് മന്ത്രവാദി ഉടനെ മന്ത്രവാദിയുടെ സഹായികളുടെ സഹായത്തോടു കൂടി പ്രഖ്യാപിക്കുകയും അങ്ങനെ ഈ പാവയെ അഗ്നിയിൽ നിന്ന് വീണ്ടെടുത്ത് ദൂരെ കൊണ്ടുപോയി കളയാനുള്ള സന്നാഹങ്ങളുടെ കൂടെ പുറത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യും. എന്ത് പറ്റിച്ചാൽ ഒരിടയ്ക്ക് കള്ളുഷാപ്പിൽ വെച്ച് മന്ത്രവാദിയും തെങ്ങ് കയറ്റക്കാരനും കൂടി എന്തോ കാര്യത്തിന് പിണങ്ങി. അപ്പോൾ തെങ്ങ് കയറ്റക്കാരൻ പറഞ്ഞു, ഇനി ഞാൻ ചള്ളിനെ തരില്ല, വണ്ടിനെ കൊണ്ട് തരില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ വണ്ടിനെ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് തെങ്ങ് കയറ്റക്കാരൻ ഷോപ്പിലുണ്ടായിരുന്ന മറ്റ് കുടിയന്മാരോട് വെളിപ്പെടുത്തുന്നത്. അതോടുകൂടി അദ്ദേഹത്തിന് നാട് വിട്ട് പോകേണ്ടി വന്നു. വേറൊരാളിതുപോലെ ഓന്തുകളെ പിടിച്ച് അതിൻ്റെ വാലിൽ ശീല ചുറ്റി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി പാതിരാത്രിക്ക് ആളൊഴിഞ്ഞ ആലിൻ്റെ മുകളിലേക്ക് കയറ്റി വിടുമായിരുന്നു. ആ പാവം ജീവി ആ ആലിൻ്റെ മുകളിലേക്ക് ഓടിക്കയറി പരക്കം പായുമ്പോൾ ഇദ്ദേഹം താഴെ നിന്ന് അലറി വിളിക്കും.
അതിനും അടുത്തേക്ക് വരരുത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പയറ്റി കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രഖ്യാതനായപ്പോൾ തമിഴ്നാട്ടിൽ പയറ്റാനായിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യത്തിന് അവിടെ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. അയാളുടെ വരുമാനം കുറഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഇയാളെ കയ്യോടെ പിടികൂടി ഈ ഓന്തിനെയും അതുപോലെ ഈ ആലിൻ്റെ മുകളിൽ കഴിഞ്ഞുകൂടുന്ന വാല് കരിഞ്ഞ മറ്റ് ഓന്തുകളെയുമൊക്കെ അവിടുത്തെ ആളുകളെ കാണിച്ചു. ചുരുക്കം പറഞ്ഞാൽ അവിടുന്ന് അദ്ദേഹത്തിന് അടി കിട്ടി, എല്ലൊക്കെ ഒടിഞ്ഞ് നാട്ടിലേക്ക് എങ്ങനെയോ എത്തിപ്പെടേണ്ടി വന്നു എന്ന കഥയും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മന്ത്രവാദങ്ങളെക്കുറിച്ചുണ്ട്. എന്നിരിക്കലും ഇപ്പോഴും മന്ത്രവാദം സുലഭമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പല സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പ് നിൽക്കുന്നവരെ ജ്യോത്സ്യന്മാർക്ക് പുറമെ മന്ത്രവാദികളെ കൂടി ഉപയോഗിക്കാറുണ്ട്. ശത്രു സംഹാരം വേണമല്ലോ, കൂടാണ്ട് കഴിയില്ലല്ലോ, ഒരാൾക്കല്ലേ ജയിക്കാൻ പറ്റൂ. മറ്റു ശത്രുക്കളെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി എളുപ്പമായ മാർഗം അതിന് പറ്റിയ മന്ത്രങ്ങൾ ജപിക്കുകയാണ് എന്ന് നാടുനീളെ പ്രചരിപ്പിക്കുന്ന ആളുകളെ കാണാം. എന്തിനേറെ ഡൽഹി പോലെയുള്ള മഹാനഗരങ്ങളിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഒരു അസ്ട്രോളജർ അറ്റാച്ച്ഡാണ്, മന്ത്രവാദി അറ്റാച്ച്ഡാണ്. മന്ത്രവാദിയുടെ കാര്യം പറയില്ല, പക്ഷേ അസ്ട്രോളജർ വഴിക്ക് മന്ത്രവാദി വരും. മന്ത്രവാദിയുടെ സർവീസിനും ബില്ല് വരും. മന്ത്രവാദി ഒരു മുറിയിൽ സൗജന്യമായി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് വലിയ ആളുകൾക്ക് വേണ്ടി മന്ത്രവാദം നടത്തി വിജയിച്ചതിന് അവരെഴുതി കൊടുത്ത സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഏറ്റവും പരിഷ്കൃതങ്ങളായ ആവാസ കേന്ദ്രങ്ങളിൽ പോലും മൂക്കിന് താഴെ, എല്ലാ നിയന്ത്രണങ്ങളുടെയും താഴെ അവിഹിതമായ ഈ കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഭാരതഭൂമിയിൽ നമുക്ക് സംഭവിക്കാവുന്ന അപജയങ്ങളിൽ ഒട്ടും പിൻപന്തിയിലല്ലാത്ത ഒരു കാര്യമാണ് മന്ത്രവാദവും അതിൻ്റെ പ്രാമുഖ്യവും എന്ന് നമ്മൾ അറിയണം. ഇനിയും അത് വൈകാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.